ഹായ്, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് അബൌട്ട് പ്ലാന്റാർ ഫാസിയൈറ്റിസ്. എൻ്റെ ഒരു പേഴ്സണൽ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ ഇട്ടതിന് ശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഹൺഡ്രഡ്സ് ഓഫ് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന മെസ്സേജസും കമൻസൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിൽ 90% ആൾക്കാർക്കും ഈ ഒരു ഹീൽ സ്പെർ എന്നത് ഒരു ഹെൽത്ത് കണ്ടീഷനാണെന്നോ ഇത് ക്യൂറബിൾ ആണെന്നോ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഡെലിവറി പെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ഒരു പെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു പെയിൻ്റെ ആ ഒരു ഡെപ്ത് എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. 5 വർഷമായിട്ട്, 10 വർഷമായിട്ട്, 25 വർഷമായിട്ട്, 30 വർഷമായിട്ട് ഈ ഒരു പെയിൻ അഡാപ്റ്റ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന കുറേ പേരുണ്ട്. അവരുടെ മെസ്സേജ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ പറ്റിയില്ല. ഓക്കെ, കമ്മിങ് ടു ദ മാറ്റർ. എന്താണ് ഈ ഹീൽ സ്പെർ? നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ തൊട്ട് താഴെയായിട്ട് ഒരു ബാൻഡുണ്ട്, ഒരു ലിഗമെൻറ്റ് ബാൻഡുണ്ട്. അതാണ് പ്ലാന്റാർ ഫാഷ്യ. നമ്മൾ കൂടുതൽ അവിടെ ഓവർ സ്ട്രെസ് ചെയ്യുമ്പോൾ ആ ലിഗമെൻറ്റ് വീക്കാവും. ആ ഓവർ സ്ട്രെസ് കാരണം ഡാമേജ് ആയി പോകുന്ന ആ ഒരു ലിഗമെൻറ്റിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് കാൽഷ്യം ഡെപ്പോസിറ്റ്. ആ കാൽഷ്യം ഡെപ്പോസിറ്റാണ് ഒരു ബോണി പ്രൊജക്ഷനായിട്ട് സ്പെറായിട്ട് അവിടെ ഫോം ആവുന്നത്. ഈ ഒരു സ്പെർ കാരണമല്ല നമുക്ക് പെയിൻ ഉണ്ടാവുന്നത്. ഈ ഒരു സ്പെർ, ഈ ഒരു ബോൺ നമ്മുടെ തൊട്ട് താഴെയുള്ള ആ ലിഗമെൻറ്റിൽ പ്രസ്സാവുമ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് നമുക്ക് കൂടുതലും ഈ പെയിൻ വരുന്നത്. പ്ലാന്റാർ ഫാസിയൈറ്റിസ് ആർക്കൊക്കെ വരാം? ഇത് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമല്ല, ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആർക്കും വരാം. സ്ത്രീ എന്നോ പുരുഷനോ ഒന്നില്ല, ആർക്കായാലും വരാം. പിന്നെ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, ടീച്ചേഴ്സ്, സെയിൽസിലുള്ളവർ, ഒത്തിരി നേരം സ്റ്റാൻഡിങ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു അസുഖം വരാം. പിന്നെ ഫ്ലാറ്റ് ചപ്പൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഫ്ലാറ്റ് ചപ്പൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. സോ ഞാൻ ഫ്ലാറ്റ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, ഹൈ ഹീൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. എൻ്റെ ഈ ഒരു മെഡിക്കൽ കണ്ടീഷന് അതും ഒരു കാരണമാവാം. 30 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇത് കൂടുതലും നമുക്ക് വരിക. ഡെലിവറി കഴിയുമ്പോൾ ഈ ഒരു പ്രോബ്ലം വരാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. അതുകൂടാതെ ഹോർമോണൽ ചേഞ്ചസ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ റിലാക്സിൻ പോലെയുള്ള ഹോർമോൺസ് നമ്മുടെ ആ ഒരു ലിഗമെൻറ്റിനെ നന്നായിട്ട് വീക്കാക്കും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ കൂടെ നമ്മുടെ കുട്ടികളൊക്കെ എടുത്തിട്ടായിരിക്കും 24/7 നമ്മൾ നടക്കുക. ആ ഒരു കാരണം കൂടി ആകുമ്പോഴത്തേക്കും ഓവർ സ്ട്രെസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പെയിൻ കൂടുതൽ അനുഭവപ്പെടാൻ പോവുക. പിന്നെ വൈറ്റമിൻ D3 ആൻഡ് B12 ഡെഫിഷ്യൻസി. ഇറ്റ്സ് നത്തിങ് ലൈക്ക് കോമൺ വൈറ്റമിൻ ഡെഫിഷ്യൻസി. ഹീൽ സ്പെർ പെയിൻ കൂടാൻ വലിയൊരു കാരണമാണ് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിഷ്യൻസി കാരണമല്ല നമുക്ക് സ്പെർ വരുന്നത്, പക്ഷേ ഇൻഫ്ലമേഷൻ കൂടാനും പെയിൻ കൂടാനും ഇതൊരു വലിയൊരു കാരണമാണ്. ഇത് രണ്ടും നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ബോഡിയിൽ അത് അപ്പം തന്നെ അറിയാൻ പറ്റും. കാരണം അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഇറിറ്റേറ്റഡ് ആവും, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടാവും, കാലിലും മുട്ടിലും നടുവിലും ഒക്കെ പെയിൻ ഉണ്ടാവും, എപ്പോഴും ടയേർഡായിട്ട് ഫീൽ ചെയ്യും, എനർജി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും, മെമ്മറി ഇഷ്യൂസ് വരും, കോൺസെൻട്രേഷൻ ഇഷ്യൂസ് വരും. സത്യം പറഞ്ഞാൽ മെൻ്റലി ഫിസിക്കലി ഇങ്ങനെ ഡ്രെയിൻഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ഡെലിവറി കഴിയുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലൊക്കെ ഇത് രണ്ടും ഡിപ്പാവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ കൂടുതൽ ആ സമയത്താണ് നമുക്ക് ഫീൽ ചെയ്യുക. ഹീൽ സ്പെർ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് D3 B12 ഡിപ്പാവുമ്പോഴാണ് ആ ഒരു ഇൻഫ്ലമേഷൻ കൂടി നമുക്ക് ആ പെയിൻ ഫീൽ ചെയ്യാൻ പറ്റുക. ഈ ഒരു സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ പോയിട്ടൊന്ന് D3 ആൻഡ് B12 നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതിനുള്ള മെഡിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ സംഭവങ്ങളും മാറിക്കിട്ടും. ആൻഡ് ദ ബെസ്റ്റ് എക്സാമ്പിൾ, എനിക്ക് ഈ പറഞ്ഞ എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നു. എൻ്റെ D3 B12 അങ്ങേയറ്റം ഡിപ്പായിട്ടുണ്ടായിരുന്നു. ഈ 2 ഡെഫിഷ്യൻസി മാറിയപ്പോൾ ഞാൻ ടോട്ടലി നോർമലായി. ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ദാറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ബിക്കോസ് നമ്മുടെ ഈ കാലിലെ വേദനയും വെച്ചിട്ട് നമുക്കൊരു എക്സസൈസോ അല്ലെങ്കിൽ ഒന്ന് നടക്കാനോ ഓടാനോ ഒന്നും പറ്റില്ല. നമ്മുടെ കാലിന് പ്രഷർ കൊടുക്കാത്ത ടൈപ്പിലുള്ള സിമ്പിൾ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോബ്ലം ഉള്ളവർ ഫസ്റ്റ് തന്നെ വൈറ്റമിൻ D3 B12 ചെക്ക് ചെയ്യുക. ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് നോർമലാക്കുക. അതിനുശേഷം പെയിൻ കുറച്ച് റിലീഫ് ആയതിനു ശേഷം ഡയറ്റും എക്സസൈസും ഒക്കെ അക്കോർഡിംഗ്ലി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ആയിക്കോളും. ഇമ്പോർട്ടൻറ്റ് തിങ്, വീടിനകത്തും പുറത്തും ഓർത്തോപെഡിക് ചപ്പൽ തന്നെ യൂസ് ചെയ്യുക. ഫ്ലാറ്റ് ചപ്പൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഒരു കുഷ്യനായിട്ട് വരുന്ന ഓർത്തോ ചപ്പൽസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. വേണ്ടവർ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ചപ്പലിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇത് ഈ താഴെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടൈപ്പ് ചപ്പൽസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അകത്തിടാനും പുറത്തിടാനും. എക്സസൈസ് ചെയ്തുകൂടാ എന്നൊന്നുമില്ല, 0 ഇമ്പാക്റ്റ് ആയിട്ടുള്ള എക്സസൈസസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ ഡെലിവറി വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. വി ഹാവ് സോ മച്ച് ലിമിറ്റേഷൻസ്. ഈ ഒരു പെയിൻ എങ്ങനെയെങ്കിലും ക്യൂർ ആവണം എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചത്.
അതിന് പറ്റാവുന്നത്ര എക്സ്ട്രീം ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനുള്ള റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. ആ ഒരു പോയിന്റ് എത്തുന്നത് വരെ ഗിവ് അപ്പ് ചെയ്യരുത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. ഇനി എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത 2 എക്സസൈസസ് ആണ്. കാഫ് സ്ട്രെച്ച്, 2 ഹീലും ഇങ്ങനെ റേസ് ചെയ്യണം. 10 to 20 ടൈംസ് ചെയ്യണം കേട്ടോ. സീരിയസ്ലി പെയിൻ നല്ലപോലെ റെഡ്യൂസ് ആവും. പിന്നെ ബോട്ടിൽ റോൾ, ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ച് വെക്കുക. കോൾഡ് വാട്ടർ ആണ് ബെസ്റ്റ്. ഇതും ഒരു 1-2 മിനിറ്റ് ചെയ്യുക. 2 എക്സസൈസും 4 ടൈംസ് എ ഡേ ചെയ്യണം. പിന്നെ ഈ വീഡിയോ കാണുന്നവരോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കാലിൽ പെയിൻ ഉണ്ടെന്നോ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ എസ്പെഷ്യലി നിങ്ങളുടെ അമ്മമാരോ ചേച്ചിമാരൊക്കെ ആയിരിക്കും പറയുക. അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അത് അത്രയും നിസ്സാരവൽക്കരിക്കരുത്. ഏതെങ്കിലും ഒരു ഓർത്തോപീഡിക് ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക. കാരണം ദേ ഡോണ്ട് ഡിസേർവ് ദിസ് പെയിൻ. ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ പോകാവുന്ന ഒരു ചെറിയൊരു അസുഖമാണത്. അത് കിട്ടാത്തത് കൊണ്ട് ജീവിതകാലം മൊത്തം ആ ഒരു പെയിൻ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ടാവരുത്.